നിനക്ക് ഇഷ്ടമില്ലാത്ത ജീവിതമല്ലേ ഇപ്പോഴുള്ളത്? അതെ. ഡോക്ടർ പറയുന്നതിനനുസരിച്ച് ശീതളിനോട് അർജുൻ അമൃതയോട് സ്നേഹമില്ല എന്ന് പറയും. ഇത് അമൃത കേൾക്കും. ഐ ലവ് യു. സ്നേഹിക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന അമൃത എന്ത് ചെയ്യും? നിന്ന് കരയും. അത് കഴിയുമ്പോൾ അർജുൻ വന്നതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. എന്നെ സമാധാനിപ്പിക്കാനായി ഒന്നും പറയേണ്ടതില്ല. എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അമൃതയ്ക്ക് മനസ്സിലായില്ല. യെസ്, അടിയാവ്. എനിക്ക് അതാണ് വേണ്ടത്. ഞാൻ പറഞ്ഞിട്ടാണ് അർജുൻ പ്രവർത്തിക്കുന്നതെന്ന് പറയൂ. ഈ പന്ന ഡോക്ടറിനെ അതിന് ഡോക്ടറെ കാണിക്കും. കള്ളത്താടി മുഴുകാനും വെച്ച് വന്നേക്കാ കുടുംബം കലക്കാൻ. അർജുൻ ശീതളിനോട് സ്നേഹത്തോടെ ഇടപെടും. അവളെ സ്നേഹിക്കുന്നതായി അവൾക്ക് തോന്നട്ടെ. ഇയാള് ഡോക്ടറല്ല, ഇയാള് ബ്രോക്കറാണ്. ഇയാളുടെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കുന്ന അത്ര സ്നേഹമാണെങ്കിൽ എന്തായാലും നമുക്കൊന്ന് സ്റ്റേജിലേക്ക് കയറാം. ഇതിന്റെ ഇടയ്ക്ക് വീട്ടില് വർഷ അഭിഷേകിനെ കാണാൻ സ്കൈപ്പ് വിളിക്കാൻ വേണ്ടി ലാപ്പ് എടുക്കുമ്പോ അതിൽ ഒരു CD കിട്ടും. ഏത് കല്യാണ CD. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് എന്നാലും ഇതൊക്കെ ഷൂട്ടാക്കിയടാ. പൊന്നു കുറച്ച് നമ്മുടെ ഒടിച്ചു കളയുന്നതിന് ഒളിപ്പിച്ചു വെക്കുന്നേ. ശീതളുടെ പേരിലുള്ള പ്രശ്നങ്ങൾ കാരണം അമൃത വീട് വിട്ടു പോകാൻ തീരുമാനിച്ചു. കാറിൽ ജോലിക്ക് പോണ അർജുന്റെ ഫ്രണ്ടിൽ കൊടിമരം പോലെ നിന്നിട്ടും പൊട്ടൻ അർജുൻ അമൃതനെ കണ്ടില്ലാന്ന്. എന്നാലും 1ാമത്തെ മാസത്തിൽ തന്നെ പ്രഗ്നന്റ് ആയി അമൃത ഓട്ടോറിക്ഷ കയറി യാത്ര ചെയ്തു. അങ്ങനെ ചെയ്യാമോ? മുത്തശ്ശ, ഈ ശീതളുടെ വെറുപ്പിക്കൽ എന്നെ കണ്ട് വെറുത്തിരിക്കുക. ഇനി അലാക്കിലെ മുത്തശ്ശൻ മോഡിജിയുടെ അരിയന്റെ വെറുപ്പിക്കൽ കൂടി ഞാൻ കാണണമല്ലോ ദൈവമേ. ഈ വീടിന്റെ ഓരോ ചുമരിന്റെയും ഗന്ധം എനിക്കറിയാം. ചുമരിന് എന്തുവാ? അത് കഴുകാഞ്ഞിട്ടാവും. പുതിയ പെയിന്റ് എടുത്തടി. ശരിക്ക ചോറും കറിയൊക്കെ വെക്കാനുള്ള സാധനങ്ങൾ വാങ്ങിച്ചോളൂ. ഇവക്ക് മാത്രം എവിടെ നിന്ന് കിട്ടുന്ന എത്ര പേരുടെ അടുക്കള പണി? ഇതിന്റെ ഇടയ്ക്ക് അർജുൻ അമൃതയുടെ കുത്ത് കിട്ടും, അല്ല കത്ത് കിട്ടും. ഒരുപാട് മാനസിക സംഘർഷം ഞാൻ അനുഭവിക്കുന്നുണ്ട്. പൊന്നർജുനെ വെറുതെ തള്ളാണ്. കത്തിൽ മാത്രമേ സ്കൂളിൽ അവിടെ ചിരിച്ചിരിക്കാണ്. അർജുൻ പുല്ലി എന്റെ മനസ്സമാധാനം പോയി. ആ കിഴവന്റെ അടുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു കൊണ്ടുവന്ന പ്രാർത്ഥിന്ന് അമൃതേനും തരില്ല. അതിന്റെ ഇടയ്ക്ക് ശീതൾ വരും. അപ്പൊ ശീതളിനോട് അർജുൻ ഓന്താവും. കഴിയുന്നില്ലമ്മേ. അമ്മ ഇല്ലേടാ നിന്റെ കൂടെ? ഇതൊന്നും സഹിക്കാൻ പറ്റാണ്ട് അർജുൻ ഇരുന്ന് കരയാ. അർജുൻ ആശ്വസിപ്പിക്കുന്നു ഉമ്മർലാദേവി. സാറ് പറഞ്ഞാൽ ഞാൻ ഓടിയെത്തും. അങ്ങനെ ഒരു ബന്ധമാ ഞാൻ വർമ്മ സാറും തമ്മിൽ. ഓ, വർമ്മ സാർ അത്ര സൂപ്പറാ. അദ്ദേഹം എന്നെ കാണുന്ന കണ്ണോടെ ഒരു സ്ത്രീകളെ നോക്കിയിട്ടില്ല. ഭർത്താവിനെ പറ്റി പൊക്കിയടിക്കുന്ന അമൃതയുടെ ഡയലോഗിന്റെ മുന്നിൽ എസ്കയുടെ മനസ്സൊലി. മോദിജിയുടെ അനിയൻ ഇയാൾക്കൊരു CD കൊടുക്കും, കല്യാണ CD. ഈ കല്യാണ CD മോദിജിയുടെ അനിയൻ എവിടെ നിന്ന് കിട്ടി? ഇക്ക മുത്തശ്ശനെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് തിരിച്ച് ദേശീയ കുടുംബത്തിലെത്തുന്ന അമൃതേനെയാണ്. ഈ SK നായരുമായി മുത്തശ്ശന് നല്ല ബന്ധം. എന്നിട്ട് അമൃത പറയും ശീതളിനെ പ്രശാന്തുമായി വന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ സമ്മതിച്ചു. ഓ മൈ ഗോഡ്, റിയലി? എങ്ങനെ വഴങ്ങി? എൻഗേജ്മെന്റിന്റെ അന്നെടുത്ത വീഡിയോ CD. ഞാനെന്റെ സംശയം എന്ന് വെച്ചാൽ ആരെ ഷൂട്ട് ആക്കിയ വീഡിയോ? അതെങ്ങനെയത്? ഇവളെ എന്റെ മരുമകളാ. തുടങ്ങി. എന്റെയും മരുമകളാ. എന്റെ മരുമകളുടെ മരുമകളാ. എന്നാ എന്റെ മരുമകളുടെ മരുമകളുടെ മരുമകള്. ശീതളിനെ കൊണ്ടുപോകാൻ മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരോടും മാപ്പ് പറയാൻ കൂടിയാ ഞാൻ വന്നത്. യോ, എന്തൊരു സ്നേഹം! അങ്ങോട്ട് ഒലിക്കുക സ്നേഹം. അമ്മേ, ഇവരെല്ലാം കൂടി എന്തിനാ ഇങ്ങോട്ട് വന്നത്? പ്രശാന്ത്, ശീതൾ എന്നെ തേച്ചൂലേ? എനിക്കിവിടെ 2 അമ്മമാരുണ്ട്, മുത്തശ്ശിയുണ്ട്. അർജുൻ ഇപ്പൊ എന്റെ ഏട്ടനാ. എന്റെ ദൈവമേ! അവള് വന്ന് വിളിച്ച ഒറ്റയ്ക്കാണെങ്കിൽ നീ കൂടെ പോകരുത്. അർജുനെ കിട്ടാൻ വേണ്ടി അമൃതെ കൊല്ലണമെങ്കിൽ അതും ചെയ്യുമെന്ന്. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ വർഷ അമൃതയ്ക്ക് വാക്ക് കൊടുത്തിട്ട് പറയും ശീതളിനെ ഞാൻ 24 മണിക്കൂറിനുള്ളിൽ ഇറക്കി തരാമെന്ന് പറഞ്ഞിട്ട് ശീതളിന്റെ അടുത്തേക്ക് ചെല്ലും. 24 മണിക്കൂർ സമയം തരും, അതിന് മുൻപ് വിട്ടോണം. കത്തി കാട്ടി ശീതളിനെ ഭീഷണിപ്പെടുത്തുമ്പോ ശീതള് പറയും നിന്റെ മറ്റേ വീഡിയോന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ ഇവിടെ കാണിച്ചാൽ നീ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട വരുന്നത്. അതൊക്കെ പെൻഡ്രൈവിലുണ്ട്, എല്ലാവരെയും വിളിച്ച് കാണിക്കാം. ഓൺ ദ സ്പോട്ട് വർഷം മറുകണ്ടം ചാടും. എന്നിട്ട് ശീതളിനോട് പറയും നിന്നാര് പുറത്താക്കണ്, നമുക്ക് അവർ തന്നെ പുറത്താക്കാം, ഞാനുണ്ട് നിന്റെ കൂടെ, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ. അവളുടെ എൻഗേജ്മെന്റിന്റെ അന്നെടുത്ത വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്ന വർഷ അമൃതനോട് ചോദിക്കുമ്പോ അമൃത പറയും ചേച്ചി മര്യാദയ്ക്ക് ശീതളിനെ പുറത്താക്കാൻ വേണ്ടി എന്റെ കൂടെ നിന്നില്ലെങ്കിലോ ചേച്ചിയുടെ മറ്റേ CD കാര്യം നമ്മൾ വീട്ടിൽ പറയും, ചേച്ചിനെ ഇവിടുന്ന് പുറത്താക്കുന്നു. ചേച്ചിയുടെ മുറിയിൽ ആ വീഡിയോ CD ഒളിച്ചു വെക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. വർഷയിലേക്ക് അവൾക്ക് വേണ്ടി ഇവളെ പുറത്താക്കണം, ഇവൾക്ക് വേണ്ടി അവളെ പുറത്താക്കണം. ഈശ്വര, ഞാൻ ചെകുത്താന്റെ കടലിന്റെ നടുക്കാണല്ലോ. വർഷ പുല്ലി, ഐ ആം ട്രാപ്ഡ്. ശീതളിന് രോഗമുണ്ടെന്ന് ആരാ പറഞ്ഞത്? എന്റെ അർജുനെ വേണം എന്തിനാ വാശി പിടിക്കുന്നത്? അവള് പോണം. ഇയാളെ ഞാൻ തല്ലിക്കൊല്ലും. മനുഷ്യത്തിന് നല്ല സണ്ണിയാണെന്ന് അയാളുടെ വിചാരം. ശീതളിനെ ക്ലിനിക്കിലേക്ക് മാറ്റുന്നല്ലേ നല്ലത്. സ്നേഹമാണ് അഖിലസാര മൊഴി. സ്നേഹം കൊണ്ട് അവളുടെ രോഗം മാറ്റാൻ കഴിയും. ഇയാൾ പോയി ഇത്തിരി സ്നേഹം കൊടുക്ക് പുല്ല്. വിവാഹം കഴിപ്പിച്ച് അയക്കേണ്ടത് ഈ അമ്മയുടെ കടമയാണ്. അടുത്ത കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശീതളിനെ ഇവർ മകളായിട്ടാണല്ലോ കാണുന്നത്. അപ്പൊ ഉമ്മർലാദേവി എല്ലാവരും കൂടി ശീതളിന് പുതിയ കല്യാണാലോചന ആലോചിക്കാണ്. പറഞ്ഞല്ലോ ഞാൻ നിന്നെ കൊണ്ടേ ഞാൻ പോവുള്ളൂ. അതിന്റെ ഇടയ്ക്ക് അർജുന്റെ പേരിൽ ശീതളും അമൃതയും കൂടി അടിയാവും. ഉമ്മർലാദേവി വന്നതുകൊണ്ട് ശീതളും അമൃതയും രക്ഷപ്പെടും. എന്താ കണ്ണ് പൊത്തി അത്ര തന്നെ. അർജുൻ, ഞാൻ ഇന്ന് അല്പം റൊമാൻറ്റിക് ആണ്. എന്നാ ഞാനും ഈ രാത്രി മുഴുവൻ എനിക്ക് നിന്നോട് തിരിക്കണം. എന്തിനാ? പിന്നെ ഈ രാത്രി പുലരാതിരിക്കണം. പുലരാതെ നമ്മുടെ പ്രണയത്തിന്റെ സ്മാരകമായി മാറണം. എന്നിട്ട് പ്ലീസ് നീ പോ. അർജുൻ
ഉറങ്ങാണ്ട് സംസാരിച്ചിരിക്കാനാണ് പൊടി ഇറങ്ങി. ഇതായിരുന്ന ഞാൻ വേറെ കുറെ പ്രതീക്ഷിച്ചു. നീ എന്താ പറഞ്ഞേ? നിർത്താൻ. ദേഷ്യം കയറി അർജുൻ ലാസ്റ്റ് സത്യങ്ങളൊക്കെ ഇങ്ങോട്ട് വിളിച്ചു പറയും. അമൃതി സ്നേഹിച്ചു തുടങ്ങിയ ആ നിമിഷം നിന്നെ ഞാൻ മറന്നു. ഇനി ഒരിക്കലും എന്റേതെന്ന അർത്ഥത്തിൽ ഞാൻ നിന്നോട് ഇടപെടില്ല. ശീതൾ ആക്സെപ്റ്റിംഗ് ഫാക്ട്സ് പോലെ അഭിനയിക്കും. ഞാനൊരു ഫൂളായിരുന്നു എന്നല്ലേ? ലല്ലല്ലല്ല, ഇത് കാണുന്ന ഞാനാ ഫൂള്. ആ കുഞ്ഞില്ലാതായ അവളോടുള്ള സ്നേഹം കുറയില്ലേ? അർജുൻ അമൃതയെ സ്നേഹിക്കുന്നെന്നറിഞ്ഞ ശീതൾ അമൃതയെ കൊല്ലാൻ പ്ലാൻ ഇടും. അമൃത വന്ന വഴിയിൽ എണ്ണ ഒഴിച്ചു വെക്കും. ഏത്? അപ്പൊ അമൃത വരും. അമൃത ചായയും കൊണ്ട് അർജുന്റെ അടുത്തേക്ക് വരുമ്പോൾ അമൃത തെന്നി വീഴും. പക്ഷെ വീണില്ല. അർജുൻ പിടിച്ചു. എന്നാലും ഇവന് മാജിക് അറിയോ? ഇവനെങ്ങനെ കറക്റ്റ് സമയത്ത് ഈ സ്പോട്ടിലെത്തുന്നു? തരികിട തരികിട അതൊന്നും പറയണ്ട. നിങ്ങൾ തരികിട ഞങ്ങൾക്ക് അറിയാം. അമൃത വെളിച്ചെണ്ണയിൽ തെന്നിയത് ഇതിന്റെ ഒരു അന്വേഷണം വേണ്ടേ? അതെ, അന്വേഷണം വേണം. CBI ആയിക്കോട്ടെ. എണ്ണ കൊണ്ടുപോയിരുന്നോ? ഞാൻ കൊണ്ടുപോയതാ. ഈ വെളിച്ചെണ്ണ ഇട്ട കുറ്റം ശീതൾ നൈസായിട്ട് നമ്മുടെ വർഷയുടെ തലയിലേക്ക് ഇവിടെ വെച്ചു കൊടുക്കും. ഇത് അബോഷനുള്ള ടാബ്ലറ്റാ. ഇതിന്റെ ഇടയ്ക്ക് ശീതൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് അബോഷന്റെ ടാബ്ലറ്റ് വാങ്ങിക്കും. ഡ്രൈവർ, അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ നിർത്താം. ഹലോ, ശീതളല്ലേ? ഈ സമയത്ത് അഭിഷേക് തിരിച്ചു വന്നു ഗൈസ്. അഭിഷേക് തലവേദനയ്ക്ക് ഗുളിക വാങ്ങാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ശീതളിനെ കാണും. അങ്ങനെ ശീതളിനെ കൊണ്ട് വീട്ടിലേക്ക് വരും. അവന്റെ ചിരി നോക്ക്. ഇതൊരു രഹസ്യ സന്ദേശം. ഇതിന്റെ ഇടയ്ക്ക് ഉമ്മറൂന് ആരോ വാട്സപ്പിൽ ഊമ മെസ്സേജ് അയക്കും. പൂജ എന്നൊക്കെ പറഞ്ഞാൽ വിശ്വാസമില്ല. അതിന്റെ ഇടയ്ക്ക് സ്വാമി വന്നിട്ട് പറയും, മേവത്തൂർ കണ്ടത്രേ അമൃതയ്ക്ക് ജനിക്കാനിരിക്കുന്ന കുഞ്ഞുവാവ അബോർഷന് സാധ്യത. "ശ്ശോ, ഈ മേമത്തൂർ ഒരു കില്ലാടി തന്നെ." അമൃതയുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വർഷയിലൂടെ മായാവതി ശ്രമിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ടെൻഷൻ. വർഷയുടെ മേത്തേക്കാണെങ്കിൽ കുറ്റം. പയ്യൻ എങ്ങനെയാ? നെക്സ്റ്റ് ഡേ ശീതളിന് കല്യാണാലോചനയായിട്ട് പയ്യൻ വരാണ്. കാണാൻ കൊള്ളാമോ? ശീതള സുന്ദരിക്കുട്ടിയല്ലേ? ചുണ്ടലിയല്ല അവളെ, ചുണ്ടലിയാണ് ചുണ്ടലി. ഇതിന്റെ ഇടയ്ക്ക് ശീതളുടെ റൂമിലിരിക്കുന്ന അമൃതയുടെ കാല് ശീതള് ചവിട്ടി ഓടിക്കും. ഇത് മരക്കഴുതിയാണത്. ശീതള് എന്റെ കാലിൽ ചവിട്ടി നിൽക്കുമായിരുന്നു. ഇത് കഞ്ഞടിക്കാൻ അറ്റാടി. സാരമില്ല, ശീതൾ അറിയാതെയല്ലേ? മാറ്റ്. ഒരു പ്രൈവറ്റ് കമ്പനിയിലെ മാനേജറാ. ശീതളുടെ പുതിയ ചെറുക്കം വന്നിട്ടോ? ആണോ? ഓക്കെ കുട്ടാ. വൈദവൈ ഇവളാ ചെറുക്കനെയാണോ അർജുനെയാണോ പെണ്ണ് കാണുന്നത്? എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ല. ആ കടയില്ലാത്ത നിനക്ക് പുരുഷന്മാരുടെ മുഖത്ത് നോക്കുന്നത് പോലും എനിക്ക് ബുദ്ധിമുട്ടാ. പിന്നെ എവിടെ നോക്കാം? എന്നെ ഇഷ്ടപ്പെട്ടോന്ന് എല്ലാരും ചോദിക്കും. അപ്പൊ നീ എന്ത് പറയും? പിന്നെ അയാളെ തല്ലും. പിന്നെ അയാളെ കുറെ ഭീഷണിപ്പെടുത്തും. അങ്ങനെ കല്യാണം കൊടുക്കും. അടുത്ത ദിവസം അമൃതയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വർഷ പാല് കാച്ചണന്റെ ഗ്യാപ്പില് പഞ്ചസാര എടുക്കാൻ പോകുമ്പോ ശീതള് ഗുളിക കൊണ്ടേ പൊടിച്ച് പാലിലിടും. ഇതൊന്നും അറിയേണ്ട വർഷ ഇത് ഗ്ലാസ്സിലാക്കി അമൃതയ്ക്ക് കൊണ്ടേ കൊടുക്കാൻ പോകും. ഈ സമയം ഉമ്രു അടുക്കളയിൽ എത്തിയിട്ട് ചായ വെക്കാൻ നോക്കുമ്പോ അവിടെ കിടന്ന് ടാബ്ലറ്റിന്റെ കവർ കിട്ടും. അബോഷനുള്ള മരുന്നോ? ഉമ്രു കവർ നോക്കിട്ട് പറയും, ഈ ടാബ്ലറ്റ് എന്തിന്റെയോടോ എന്ന് പറയുമ്പോ ശീതൾ അത് വാങ്ങിച്ചിട്ട് പറയും, ഇത് അബോഷന്റെ പിൽസ് ആണ്. അതെ, പാല് കുടിക്കാനുള്ള സമയമായി. വർഷ പാല് കൊണ്ട് അമൃതയ്ക്ക് കൊടുക്കും. വർഷം നേരത്തെ പാലുമായിട്ട് മുകളിലേക്ക് പോകുന്ന കണ്ടു. മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഓ ഗോഡ്. നകുല അത് കുടിക്കരുത്. അമൃത കുടിച്ചു. ഉമ്രു ഓടി. അമൃത കുടിച്ചില്ല. ഉമ്രു ചെന്നു. വേണ്ട. കുറ്റം പിന്നെയും വർഷയ്ക്ക്. ഇവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചു നീ. എന്നാലും ഉമ്രുവിന്റെ CBI ബുദ്ധി എവിടെ പോയി? നമുക്ക് പാല് ടെസ്റ്റ് അയക്കാം. അതിന്റെ ഇടയ്ക്ക് അർജുൻ പറയും, നമുക്ക് പാല് ടെസ്റ്റിന് അയക്കാം. അതിലുണ്ടോന്ന് അറിയണമല്ലോ. ഗർഭിണികൾക്ക് മാത്രമായി പ്രാർത്ഥിക്കേണ്ട ഒരു ക്ഷേത്രമുണ്ട്. ഈ ഗ്യാപ്പിൽ ശീതള അമൃതനോട് പറയും, അവിടെ പോയി പ്രാർത്ഥിച്ചാ പിന്നെ ഒരു അപകടവും ഉണ്ടാവില്ല. ആണോ? എന്നാ പോവാ. കൃഷ്ണക്ഷേത്രമാണത്. ഞാനറിയാത്ത ഏത് കൃഷ്ണക്ഷേത്രം? അമൃത വിലയ്ക്കാനറിയാത്ത ക്ഷേത്രം അതെവിടെ? സിംഹമുടി എന്ന് നീ കേട്ടിട്ടുണ്ടോ? ആ മലയിൽ ഒരു കൃഷ്ണക്ഷേത്രമുണ്ട്, കൃഷ്ണമുടി ക്ഷേത്രം. ഇത്രയും മല കയറി പോവാൻ ആരും സമ്മതിക്കാത്തോണ്ട് തന്നെ വീട്ടിൽ പറയാണ്ട് പോവാന്ന് അമൃത സമ്മതിക്കും. ഞാനിത് ചെയ്തിട്ടില്ല. ഇതിന്റെ ഇടയ്ക്ക് ടെസ്റ്റിന് അയച്ച പാലിന്റെ റിസൾട്ട് വരും. അപ്പൊ അതിൽ ഗുളിക ഉണ്ടെന്ന് എല്ലാരും അറിയും. വർഷക്കറിയും വർഷം നെക്സ്റ്റ് ഡേ വീട് വിട്ടു പോവും. താൻ ചെയ്യാത്ത കുറ്റത്തിനാണ് ശിക്ഷ നടപ്പാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിന് പ്രതികാരം ചെയ്യുമെന്ന്. ഇവളാൾ കൊള്ളാലാ. അമൃതയെ കൊല്ലുമെന്ന്. ഓഹോ, വർഷം അങ്ങനെയൊക്കെ പറഞ്ഞ എന്താ പെട്ടെന്നൊരു ക്ഷേത്രത്തിൽ പോക്ക്? അതെന്തെങ്കിലും ആവട്ടെ, ക്ഷേത്രത്തിൽ പോകാൻ റെഡി ആവാണ് നമ്മുടെ അമൃത. അതല്ലോട് കാര്യം. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ എറിഞ്ഞ റൊമാൻസ് കൊണ്ട് വരും. ഞാൻ ധന്യാണ് ആര്യപുത്ര. അപ്പൊ അമൃതയല്ലേ? ശീതളാണെന്ന് തോന്നുന്നു നിന്റെ പെറ്റ്. പെറ്റല്ല അവള്, പെട്ടിയോട്ടർച്ചയാ. ഞങ്ങള് വിസ്തരിച്ച് തൊഴിലിട്ട് മടങ്ങും. വിസ്തരിച്ചങ്ങോട്ട് തൊഴുതോ? ഞാൻ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഒരു പ്രത്യേക സമ്മാനം നീ എന്നും എനിക്ക് തന്നായി. എന്താ? ഇംഗ്ലീഷിൽ കിസ് എന്ന് പറയും, മലയാളത്തിൽ ചുംബൻ എന്ന് പറയും. ഉമ്മ വേണം. അതിനാണ് ഈ കിടന്നൂരുകളാണ്. അയ്യടാ, ഇപ്പൊ കിട്ടിയാൾ മടങ്ങും. ഇവളിതെന്തോന്ന്? താട കുട്ട ഇഷ്ടമല്ലേ? താരാട കുട്ട കഴുത്തിലല്ല സുണ്ടത്ത് കൊടുക്ക.